അനന്തങ്കാട് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൻ്റെ ആര്യ മലയാളത്തിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു. ഡബിൾ ബാരലിലും അതേപോലെ ഉറുമിയിലൊക്കെ അദ്ദേഹം ചെയ്തതാണ്. ഇതിലൊരു മുഴുനീള വേഷം. നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ് ആര്യ. നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ട ആളുകളാണ്. ഈ ഒരു ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസ് പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിരിക്കുന്നു മലയാളികളുടെ. പിന്നെ തിരക്കഥയിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കഥയോ തിരക്കഥയോ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ കണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിൽ പെർഫോമൻസാണ് നമുക്ക് പറയേണ്ടത്. ആര്യയുടെ മാത്രമല്ല, നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ്റെ ആയാലും മുരളി ഗോപി ചേട്ടൻ്റെ ആയാലും ശാന്തി അദ്ദേഹത്തിൻ്റെ നമ്മുടെ ലോകയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റ് ആയിരുന്നു, അതിൽ അഭിനയിച്ച ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ശാന്തിര വളരെ മികച്ച തന്നെയാണ്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പാനിശരത്ത് സൂപ്പർ, അദ്ദേഹത്തിൻ്റെ പാത്രമായിട്ട് തന്നെ അദ്ദേഹമുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും അവർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ചെറിയ കുട്ടികൾ പോലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കഥയോ തിരക്കഥയാണെന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് അത്ര ഇതായില്ല. പക്ഷെ പെർഫോമൻസിൽ അത് നിങ്ങളെ ഞെട്ടിക്കും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? അനന്തങ്കാട് കൊള്ളാം, നൈസ് മൂവിയാണ്. എന്തായാലും ഇത് ഒരു നല്ലൊരു കഥയാണ്. കുടുംബത്തിൽ നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കഥയാണ്. എന്തായാലും അത് തിയേറ്ററിൽ ഒരുമിച്ച് വന്ന് കുടുംബസമേതം വന്ന് കാണേണ്ട കഥയാണത്. ആര്യ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ ആക്ടിങ്, അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ പുള്ളി ഒരു 40 ഏജൊക്കെയാണ് തോന്നിക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അഭിനയിക്കണമല്ല, പുള്ളി ജീവിക്കണതാണ്. ഒരു പ്രത്യേക ഒരു മൂഡാണ് പുള്ളിയുടെ. ആ ഡയലോഗും എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു മൂഡാണ്. എന്തായാലും കുടുംബസമേതം വന്ന് അനന്തങ്കാട് കാണണം. ഒരു തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പ്രത്യേക ഒരു നൈസ് ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയാണോ? ഒന്നും പറയാനില്ല, പൊളിച്ചടക്കി സൂപ്പർ പടം. ഓക്കെ, താങ്ക് യു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവി എല്ലാം കൊണ്ടും നല്ല മൂവി, നല്ല സ്ക്രീൻ, നല്ല മൂവി. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. കമ്മാര സംഭവത്തിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ? മുരളി ഗോപിയുടെ തന്നെ കമ്മാര സംഭവത്തിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ പടത്തിൽ? തീർച്ചയായിട്ടും. നല്ല തിരക്കാണ് കേട്ടോ. അവർ നല്ലപോലെ മേക്ക് ചെയ്തിട്ടുണ്ട്. ശരി, ഉണ്ട് പടം നന്നായിരുന്നു. മുരളി ഗോപിയുടെ മറ്റേ കമ്മാര സംഭവത്തിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ? ഓൾമോസ്റ്റ് ഏകദേശം അത്ര തന്നെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ആര്യ അങ്ങനെ ഉണ്ട് പടത്തിൽ? നന്നായിരുന്നു. ശരി.